എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താ രംഗത്തിലേക്ക് സ്വാഗതം. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിഡിൽ ഈസ്റ്റിലുടനീളം സംഘർഷങ്ങൾ പുതിയതും അനിശ്ചിതവുമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തങ്ങളുടെ സൈനിക നയത്തിൽ വലിയ മാറ്റമുണ്ടായതായി ഇറാൻ സൂചിപ്പിക്കുന്നു. അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പുതിയ ഘട്ടത്തിനായി രാജ്യം തയ്യാറെടുക്കുകയാണെന്ന് ടെഹ്റാനിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെയും ആഗോള സാമ്പത്തിക അന്തരീക്ഷത്തെയും പുനർനിർമ്മിച്ചേക്കാം. ഈ മാറ്റത്തിന്റെ കേന്ദ്രബിന്ദു ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് കമാൻഡർ ജനറൽ അമീർ അലി ഹാജിസാദയുടെ മാധ്യമങ്ങൾ ജനറൽ മൂസാവി എന്ന് വിശേഷിപ്പിക്കുന്നു പ്രസ്താവനയാണ്. ഇറാന്റെ ദീർഘദൂര പ്രഹരശേഷിക്കായി ഒരു പുതിയ തന്ത്രപരമായ സമീപനം അദ്ദേഹം വിശദീകരിച്ചു. ഭാവിയിലെ പ്രവർത്തനങ്ങളുടെ അളവിലും രീതിയിലും വലിയ മാറ്റം വരുത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നു. വലിയ വാർഹെഡുകളുള്ള ഭാരമേറിയ പേലോഡ് സംവിധാനങ്ങളെ ആശ്രയിക്കാനും വിക്ഷേപണങ്ങളുടെ ആവൃത്തി വർദ്ധിപ്പിക്കാനും ടെഹ്റാൻ പദ്ധതിയിടുന്നു. തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിന്റെ നട്ടെല്ലായി കൂടുതൽ വിനാശകരമായ പേലോഡ് സംവിധാനങ്ങൾ മാറുന്ന ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. മേഖലയിലെ നിരീക്ഷകർ ഇതിനെ വാഷിംഗ്ടണും സഖ്യകക്ഷികളും ഉയർത്തുന്ന അഭൂതപൂർവമായ വെല്ലുവിളികൾക്ക് മറുപടിയായി സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കമായാണ് കാണുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാനിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ, ഇസ്രായേലി സൈനിക നടപടികളെ തുടർന്ന് സംഘർഷം വർദ്ധിച്ചുവരികയാണ്. ഇതിന് മറുപടിയായി ഇറാൻ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തി. ഈ കൈമാറ്റം മേഖലയിലെ ദുർബലമായ ക്രമത്തെ ഉലച്ചിരിക്കുകയാണ്. യുദ്ധക്കളത്തിൽ മാത്രമല്ല, സാമ്പത്തിക സമ്മർദ്ദവും ഈ ഏറ്റുമുട്ടലിന്റെ പ്രധാന ഭാഗമാണെന്ന് ഇറാൻ കരുതുന്നു. അമേരിക്ക ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി മുന്നറിയിപ്പ് നൽകി. വാഷിംഗ്ടണിന്റെ സൈനിക നടപടിയെ ഓപ്പറേഷൻ എപ്പിക് മിസ്റ്റേക്ക് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ ഏറ്റുമുട്ടൽ ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റിന് അപ്പുറം ശക്തമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയരുകയും ഊർജ്ജ വിപണിയിൽ അസ്ഥിര ഉണ്ടാവുകയും ചെയ്തു. അമേരിക്ക ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാനോ സൗകര്യങ്ങൾ നശിപ്പിക്കാനോ ശ്രമിച്ചാൽ അതിനെ നേരിടാനുള്ള പദ്ധതികൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. തന്ത്രപരമായ സർപ്രൈസുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അരാച്ചി പറഞ്ഞു. അതേസമയം ഇറാനിൽ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, അമേരിക്കൻ ഇസ്രായേലി സംയുക്ത സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മുജബ് ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു. ഇത് ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥക്കുള്ളിലെ തീവ്രവാദി വിഭാഗങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിന് കാരണമായി. ഈ നിയമനത്തോടുള്ള പ്രതികരണമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു. പുതിയ നേതൃത്വത്തെ വാഷിംഗ്ടൺ സംശയത്തോടെയാണ് കാണുന്നത്. മുജബ് ഖമേനി സൈനിക, സുരക്ഷാ സ്ഥാപനങ്ങളുമായി അടുത്ത ബന്ധമുള്ളയാളായതിനാൽ ഇറാന്റെ തന്ത്രപരമായ തീരുമാനങ്ങളിൽ സൈന്യത്തിന് കൂടുതൽ സ്വാധീനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാനിലെ ആഭ്യന്തര സാഹചര്യം സംഘർഷഭരിതമാണ്. വിദേശത്ത് താമസിക്കുന്ന ഇറാനികൾ അമേരിക്കയെയോ ഇസ്രായേലിനെയോ പിന്തുണച്ചാൽ അവർക്ക് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കടുത്ത നിയമനടപടികൾ നേരിടേണ്ടി വരുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാനിയൻ വംശജർ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇറാന്റെ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. സൈനിക ഏറ്റുമുട്ടൽ, സാമ്പത്തിക അസ്ഥിര, രാഷ്ട്രീയ മാറ്റം എന്നിവ ഒത്തുചേർന്ന ഈ കാലഘട്ടം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും അസ്ഥിരമായ സമയമാണ്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഊർജ്ജ വിപണിയെയും ആഗോള സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കാവുന്ന തരത്തിൽ സംഘർഷം വളരാൻ സാധ്യതയുണ്ട്. ഇറാൻ പുതിയ നേതൃത്വത്തിന് കീഴിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുമ്പോൾ അമേരിക്ക സംശയത്തോടെ ഇതിനെ നിരീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ ടെഹ്റാനിലും വാഷിംഗ്ടണിലും എടുക്കുന്ന തീരുമാനങ്ങൾ മേഖലയുടെയും ലോകത്തിന്റെയും ഭാവി നിർണ്ണയിക്കും.